ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൽ ഏറെ സ്നേഹമുള്ളവരെ, ക്രിസ്മസിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഡിസംബർ മാസം വന്നു എന്ന് നമുക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. തെരുവുകളിലേക്കും അതുപോലെ തന്നെ മറ്റ് കച്ചവട കേന്ദ്രങ്ങളിലേക്കും നോക്കിയാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ക്രിസ്മസ് വരവായി എന്ന്. അതിന് ചില പ്രതീകങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കാണാൻ സാധിക്കും. അത് നമ്മുടെ ഭവനങ്ങളിലുണ്ട്, നമ്മുടെ വീടുകൾ ഒരുക്കുന്നുണ്ട്, ഇടവകൾ ഒരുക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴികളിലൂടെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അലങ്കാരങ്ങളും തോരണങ്ങളും ലൈറ്റുകളും ഒപ്പം നക്ഷത്രങ്ങളും വീട്ടിലെ പുൽക്കൂടും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ എല്ലാം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ജനനത്തിൻ്റെ വരവായി എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. രക്ഷകൻ പിറന്ന ദിവസമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ക്രിസ്തുമസിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 1-2 അധ്യായങ്ങളിലും മത്തായിയുടെ സുവിശേഷം 1-2 അധ്യായങ്ങളിലും യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്ന് ജനം പ്രകാശം കണ്ടു എന്ന് യേശയ്യാപ്രവാചകനിലൂടെ അരുളി ചെയ്ത കാര്യങ്ങളും, അത്യുന്നതങ്ങൾ സ്വർഗത്തിൽ മഹത്വം, ഭൂമിയിൽ സമാധാനം, ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന് മാലാഹമെന്ന് പറയുന്നെല്ലാം നാം സ്ഥിരം കേട്ടിട്ടുള്ളതാണ്, വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങൾ കണ്ടുവന്ന ജ്ഞാനികളും അതുപോലെ തന്നെ പുൽക്കൂടിൽ ജനിച്ചവനായ യേശു ക്രിസ്തുവിനെ ഓർമ്മിപ്പിക്കുന്ന പുൽക്കൂടുകളും നാം വയ്ക്കാറുണ്ട്. എന്നാൽ നമ്മുടെ വീട്ടിൽ ഒരുക്കുന്ന ക്രിസ്മസ് ട്രീ, അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, എപ്പോഴാണ് ഈ ക്രിസ്മസ് ട്രീ നമ്മുടെ വീടുകളിലേക്ക് വരാൻ തുടങ്ങിയത്? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രസംഗം, ഒരു സുവിശേഷക പറയുന്ന ഒരു പ്രസംഗം എനിക്ക് കേൾക്കാൻ ഇടയായി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: വാട്ട് ഈസ് ക്രിസ്മസ് ട്രീ? ഈസ് ഇറ്റ് എ കസ്റ്റം? ഈസ് ഇറ്റ് ആൻ ഐഡൽ ഓർ റിച്വൽ ഓർ പാഗനിസം? എന്താണ് ക്രിസ്മസ് ട്രീ? അത് നമ്മുടെ ഒരു കസ്റ്റമാണോ, നമ്മുടെ ട്രഡീഷനാണോ, അതൊരു വിഗ്രഹാരാധനയാണോ, അതോ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നതാണോ, അതോ ഇതൊരു വിഗ്രഹാരാധനയായ മറ്റ് മതങ്ങൾ ചെയ്യുന്ന പോലെ വല്ലതുമാണ്? ഇതിന് സംശയം നമുക്ക് വരുമ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ബൈബിൾ ദ സ്റ്റോറി ഓഫ് 2 ഗാർഡൻസ്. വേദപുസ്തകം 2 തോട്ടങ്ങളെ കുറിച്ച് പറയുന്ന കഥയാണ്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. ഫസ്റ്റ് ആഡം ഇൻ ദ ഗാർഡൻ ഓഫ് ഏഡൻ, he ate a forbidden fruit from forbidden tree. അറിയാം, ആദം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകത്തിൽ വിലക്കപ്പെട്ട മരത്തിൽ നിന്നും വിലക്കപ്പെട്ട കനി തിന്നതിന്റെ ഫലമാണ് അവൻ പുറത്തായത്. അതൊരു സ്റ്റോറിയാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ the last Adam or second Adam, the garden of Gethsemane, he gave another opportunity to entire human being that you may partake of the tree of life. എന്നാൽ 2-ാം ആദം അല്ലെങ്കിൽ യേശുക്രിസ്തു മറ്റൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. എന്താണെന്നറിയാമോ? ട്രീ ഓഫ് ലൈഫാണ്, ജീവവൃക്ഷത്തിന്റെ അടയാളമാണ്. ഒരു ക്രിസ്മസ് is a point out that Jesus is the tree of life and his finished work on the cross of Calvary. ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവവൃക്ഷത്തിന്റെ അടയാളമാണ്. യേശുക്രിസ്തു ജീവവൃക്ഷത്തിന്റെ അടയാളമാണ്. അവൻ കാൽവരി ക്രൂശിൽ അവൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയവൻ. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ മാമോദീസ സമയത്ത് ഒരു ഗാനം നമ്മൾ പാടാറുണ്ട്. റുദീസയിലാദാം രുചിനോ കാത്ത ഫലം സാമോദം വയ്ക്കും നിന്നാൾ നിന്നാവിൽ. പറുദീസായിൽ അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ ആദം രുചി നോക്കാത്ത ഫലം നിന്റെ വായിൽ വെച്ചു തരുന്നുണ്ട്.
അതുകൊണ്ടാണ് ക്രിസ്മസ് എന്ന വേർഡ് രണ്ടായിട്ട് നമുക്ക് അതിനെ തിരിക്കാൻ പറ്റുന്നത്. ക്രൈസ്റ്റ് പ്ലസ് മാസ് എന്ന് പറയും. മാസ് എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നൊരർത്ഥമുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ സഭകളിൽ മാസ് എന്നാൽ കുർബാന എന്നൊരർത്ഥമുണ്ട്. ഹോളി മാസ് എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തുവും വിശുദ്ധ കുർബാനയുമല്ലേ? ജീവവൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കുവാനുള്ള ദിവസം, അല്ലെങ്കിൽ രക്ഷകൻ റിഡംപ്റ്റർ ജനിച്ച ദിവസം, അവൻ തരുന്നതായ ജീവവൃക്ഷത്തിന്റെ ഫലം വിശുദ്ധ കുർബാനയാണ്. കാരണം അത് അവന്റെ ശരീരവും രക്തവുമല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം. അങ്ങനെ ഈ ക്രിസ്മസ് ഒരു അനുഭവമായി, സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അനുഭവമായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. ഇത് പറയുകയാണ്, തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ ഉതകുമെന്ന രേഖപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഇരുട്ടിനെ ഭേദിക്കുന്ന നക്ഷത്ര വിളക്കുകളും നനഞ്ഞ വെണ്മ പൊതിയുന്ന മഞ്ഞുകണങ്ങളും ഇതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇരുളടഞ്ഞ വഴികളിൽ പ്രകാശം നിറയ്ക്കുന്ന നന്മകൾക്കായി രക്ഷകന്റെ പുൽക്കൂടിനരികിലേക്ക് നമുക്ക് യാത്ര തിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നന്മയുടെയും കർത്താവിൻ്റെ ജനന പെരുന്നാളിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.